ഈ ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ലോകരാഷ്ട്രങ്ങളുടെ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു രാജ്യമാണ്. പല രാഷ്ട്രങ്ങളും ഇന്ത്യയുടെ നിലപാട് എന്ത് എന്ന് ഉറ്റുനോക്കുന്നതാണ്. ഇപ്പം യുദ്ധം നടന്ന സമയത്താണെങ്കിൽ പോലും ഇറാൻ ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇസ്രായേൽ ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ തീർക്കണം എന്ന രീതിയിലുള്ള ഒരു നിലപാട് ഇന്ത്യ എടുത്തിട്ടുണ്ട്. അങ്ങനെ പണ്ട് ലോക പോലീസ് ചമയുന്ന അമേരിക്കയാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത്, അമേരിക്കയാണ് നമ്മളെല്ലാ കാര്യത്തിലും ഉറ്റുനോക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടി വരുന്നത്. ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായിരിക്കും ഇന്ത്യ അതിൽ എടുക്കുന്ന നിലപാട് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ സംഘർഷം, ആ സംഘർഷത്തിൽ ഇന്ത്യ ആർക്കൊപ്പമാണ് എന്നാണ് ചർച്ചകൾ. വിജേഷിൻ്റെ ഒരു അനുമാനത്തിൽ ഇന്ത്യ ആർക്കൊപ്പമായിരുന്നു? ഇസ്രായേലിനൊപ്പം അല്ല. ഇറാൻ അംബാസഡർ, ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ ഇന്ത്യയോട് നന്ദി പറഞ്ഞിരിക്കുന്നു. അതായത് ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന, സ്വീകരിക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളോട്, ഇവിടുത്തെ ജനങ്ങളോട്, ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളോടും ഞങ്ങൾ നന്ദി പറയുന്നു. സലീംകുമാർ പറഞ്ഞ നന്ദിയാണോ? അല്ല, ഇത് ഒത്തിരി ഗൗരവത്തിലുള്ള നന്ദിയാണ്. അപ്പോൾ ഇറാൻ അംബാസിഡർ ഇന്ത്യയോട് നന്ദി പറയണമെങ്കിൽ ഇന്ത്യ ഇറാനെ പിന്തുണച്ചു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഇറാനൊപ്പമാണ്. ഇന്ത്യ ഇറാനൊപ്പമാണ്, അതേസമയം ഇസ്രായേലിനൊപ്പമാണ്. ഇസ്രായേലിനെ പിണക്കാനൊന്നും ഇന്ത്യക്ക് ആവില്ല. കാര്യം ഇസ്രായേൽ നമുക്ക് സൈനികമായി, സാംസ്കാരികമായി വലിയ സഹകരണമുള്ള ഒരു രാഷ്ട്രമാണ്. ഇറാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഊർജ്ജ സ്രോതസ്സാണ്. നമുക്ക് വേണ്ട ഇന്ധനം തരുന്നത് അവരാണ്, നമുക്ക് വേണ്ട പ്രകൃതിവാതകം നൽകുന്നവരാണ്. നമ്മുടെ എത്രയോ ആൾക്കാർ അവിടെ തൊഴിലന്വേഷിച്ച് പോകുന്നുണ്ട്, പ്രവാസികളായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇറാൻ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഒരുപാട് അത് മതപഠനമാണ്, ഏറെക്കുറെ മതപഠനമാണ് ഇറാനിൽ നടക്കുക. എന്തും ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ ഇറാനെയും ആശ്രയിക്കുന്നത്, ഇറാനെയും നമുക്ക് വെറുപ്പിക്കാനൊക്കില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇറാൻ ഇന്ത്യയോട് നന്ദി പറയുന്നു. അതിൻ്റെ അർത്ഥം ഇന്ത്യ ഇസ്രായേലിനൊപ്പമല്ല, ഇറാനൊപ്പമാണ് എന്ന് തന്നെയാണ്. അതിന് കാരണമുണ്ട്. ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടി, അതായത് ഈ അമേരിക്ക പോലുള്ള വമ്പൻ രാഷ്ട്രങ്ങൾ സമ്മേളിക്കുന്ന ഈ G7 രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് പാരലായിട്ടുള്ള റഷ്യ അല്ലെങ്കിൽ ചൈന നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്നത്. അതിലെ അംഗങ്ങൾ ബ്രസീൽ, റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE, ഇന്തോനേഷ്യ. അതിലൊരു രാജ്യത്തിൻ്റെ പേര്, അംഗരാജ്യത്തിൻ്റെ പേര് കേട്ടായിരുന്നോ? ഇറാൻ. ഇറാൻ അംഗമായിരിക്കുന്ന ഒരു സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ആരെ സപ്പോർട്ട് ചെയ്യണം? കൂട്ടായ്മയിലുള്ള രാജ്യങ്ങൾ ഉറപ്പാണ്. അതിലെ മറ്റ് രണ്ട് കക്ഷികളുടെ പേരുകൂടെ, അതിലെ തലതൊട്ടപ്പന്മാരൊക്കെയാ? റഷ്യയാണ്, ചൈനയാണ്. അവർക്ക് താല്പര്യം ആരോടാണ്? ഇറാനോട്. അപ്പോൾ പിന്നെ സ്വാഭാവികമല്ലേ ആ ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുക്കുമ്പോൾ ആ ഉച്ചകോടി മുന്നോട്ട് വെക്കുന്ന പ്രമേയം ഒരിക്കലും ഇസ്രായേലിന് അനുകൂലമല്ല. ഒരിക്കലുമല്ല. പക്ഷേ ഇന്ത്യ ആ ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ട് ആ പ്രമേയത്തെ അനുകൂലിക്കാൻ പോവുകയാണിപ്പോൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5-6 തീയതികളിലായിട്ട് ഈ ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. ആ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നുള്ളത് തീർച്ചയാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് ബ്രിക്സിൻ്റെ നിലപാടെന്നുള്ളതാണ്. ബ്രിക്സ് എടുത്തിരിക്കുന്ന നിലപാട് ഒരു രാജ്യത്തിനെ അതിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇടപെടുന്നത് പ്രതിഷേധാർഹമാണ്, അനുവദിക്കാനാവില്ല. കാരണം ഇവിടെ ഇസ്രായേൽ ഇറാനിൽ കയറി ആക്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനോട് ഇവർക്ക് യോജിക്കാനൊക്കില്ല. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ നിലവിലെ നിയമവും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട്. അത് ബൈലാറ്ററലായിട്ട്, ഉഭയകക്ഷിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു വേദികൾ ഉപയോഗിച്ചോ ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കണം. ആ മേഖല മൊത്തത്തിൽ, അതായത് മിഡിൽ ഈസ്റ്റ്, അത് മൊത്തത്തിൽ സംഘർഷത്തിലാക്കുന്ന ഒരു സമീപനം ആരും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബ്രിക്സിൻ്റെ നിലപാട്. അതുമാത്രമല്ല, ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ബ്രിക്സ് അപലപിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഇസ്രായേൽ ചെയ്തത് തെറ്റാണ് എന്നാണ് അവരുടെ നിലപാട്. പിന്നെ ഇതിൽ ബ്രിക്സ് കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും ഐക്യരാഷ്ട്രസഭയുടെ UN ചാർട്ടർ എന്നാണ് പറയുക, അവരുടെ മാർഗനിർദ്ദേശങ്ങൾ, അതിൻ്റെ ലംഘനവുമാണ് ഇസ്രായേൽ നടത്തിയതെന്നാണ് ബ്രിക്സിൻ്റെ നിലപാട്. പിന്നെ ഇത്തരത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ. കാര്യം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഇരയായി മാറി. കാര്യം എണ്ണ കയറ്റുമതി ഇറക്കുമതിയായി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്ക ഉണ്ടായി ലോകരാജ്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ലോകത്ത് മൊത്തത്തിൽ ഒരു പ്രശ്നമുണ്ടായി, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. പിന്നെ
ഈ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അക്രമം അവസാനിപ്പിക്കണം, ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കണം, സാധാരണക്കാരുടെ ജീവന് വില കൊടുക്കണം, സമാധാനം പുനഃസ്ഥാപിക്കണം എന്നാണ് ബ്രിക്സ് ആവശ്യപ്പെടുന്നത്. പിന്നെ ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളുമാണ് വേണ്ടത്, അല്ലാണ്ട് ആയുധമെടുത്തിട്ടുള്ള പോരടിക്കലല്ല വേണ്ടതെന്നാണ് ബ്രിക്സിൻ്റെ നിലപാട്. പിന്നെ അതായത് പിന്നുള്ള നിലപാടാണ് ഏറ്റവും പ്രസക്തം. സമാധാനപരമായ ആവശ്യങ്ങൾക്കായിട്ടുള്ള ആണവ നിലയങ്ങൾ, അതായത് ഉദ്ദേശിക്കുന്നത് ഈ വൈദ്യുതി ഉൽപ്പാദനമാണ്. അത്തരം ആണവ നിലയങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തെ ഒരു കാരണവശാലും ബ്രിക്സ് അംഗീകരിക്കുന്നില്ല. അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസി അടക്കം ഇടപെടണമെന്നാണ് ബ്രിക്സിൻ്റെ നിലപാട്. പിന്നെ ഈ ഇതുപോലുള്ള വെല്ലുവിളികളെ നേരിടാനായിട്ട് നയതന്ത്രപരമായി നീക്കണം. US, അമേരിക്ക അടക്കം ഈ കാര്യത്തിൽ നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് പിന്തുണ കൊടുക്കണമെന്നാണ് ബ്രിക്സിൻ്റെ നിലപാട്. പിന്നെ സിവിലിയന്മാരുടെ ജീവനും സ്വത്തിനും സിവിലിയൻ എന്ന് വെച്ചാൽ സാധാരണക്കാർ, ജനങ്ങൾ, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണം എന്നുള്ളതും ബ്രിക്സ് നിലപാടായിട്ട് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു സമ്മേളനത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു സ്റ്റാൻഡ് എടുക്കാനൊക്കെയുള്ളൂ. കാര്യം അവിടെ റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഇറാൻ ആ കൂട്ടായ്മയുടെ ഭാഗമാണ്. സ്വാഭാവികമായും ഇങ്ങനൊരു നിർദ്ദേശം വെക്കുന്നു, ഇന്ത്യ ആ പ്രമേയത്തെ അംഗീകരിക്കുന്നു. ഇനി കഥ ഇവിടെ കൊണ്ട് തീർന്നില്ല. കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മുടെ ചൈന നേതൃത്വം കൊടുത്ത SCO, ഷാങ്ഹായ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അതായത് ഈ പറയുന്ന നമ്മുടെ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യ, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആ കൂട്ടായ്മയുടെ ഭാഗമാണ്. അവിടെയും സമാനമായൊരു പ്രമേയം ഉണ്ടായിരുന്നു. അതായത് ഇസ്രയേൽ നടത്തിയ ആക്രമണം, ഇറാനിൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നു SCO എടുത്തത്. പക്ഷേ ആ പ്രമേയത്തിൽ ഇന്ത്യ ഒപ്പിട്ടില്ല. അതായത് ബ്രിക്സ് ഉച്ചകോടിയിൽ നമ്മൾ ഇസ്രയേലിനെ തള്ളിക്കളയുന്നു, പക്ഷേ ഇവിടെ SCO എന്ന് പറയുന്ന വേദിയിൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞുള്ള പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. അപ്പോൾ രണ്ട് സ്റ്റാൻഡെന്ന് തോന്നും, പക്ഷേ ഇന്ത്യക്ക് പറയാൻ അവിടെ ഒരു ന്യായം ഉണ്ടായിരുന്നു. ഈ SCO, ഷാങ്ഹായ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ അവർ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പകരം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങളും സങ്കീർണം, അതിലെല്ലാം ഇന്ത്യയെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രമേയമാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. കാര്യം ആ ഉച്ചകോടിയുടെ അധ്യക്ഷൻ ചൈനയാണ്, പാകിസ്ഥാൻ അതിലെ അംഗരാജ്യം കൂടിയാണ്. അപ്പോൾ പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ഇരിപ്പ് വശം വെച്ചിട്ടാണ് അമ്മാതിരി പരാമർശമൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഉച്ചകോടിയിലെ പ്രമേയത്തിൽ നിന്ന് ഒപ്പിടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇങ്ങ് പോരുന്നു. നല്ലൊരു കിടിലം പ്രസംഗവും നടത്തിയിട്ട് ഇങ്ങ് പോരുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ നമ്മൾ ഇസ്രയേലിനെ നമ്മൾ ഒരു പരിധിവരെ സംരക്ഷിച്ച് നിർത്തി. കാര്യം ആ ഒരു പ്രമേയത്തിൽ അനുകൂലിക്കാൻ നിന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഇസ്രയേലിനെ തൽക്കാലം കൈവിടുകയാണ് എന്ന് കരുതി ഇസ്രയേലും ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങൾ ഇതുകൊണ്ട് തീർന്നു എന്നൊന്നും അർത്ഥമില്ല. അതൊരു നയതന്ത്ര നീക്കമാണ്. ഇറാനെ നമുക്ക് പിണക്കാനാവില്ലല്ലോ അതുകൊണ്ട്.